ഐസ് ക്യൂബ് കൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളുണ്ടല്ലേ. നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രെയിൽ ഇതുപോലെ വെള്ളം നിറച്ച് നമ്മൾ ഐസ് ട്രെയിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ അത് ഐസ് ക്യൂബായിട്ട് മാറും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും നമ്മളെ വീടുകളിൽ ഐസ് ക്യൂബ് നമ്മളിതുപോലെ ഉണ്ടാക്കാറുണ്ട്. അത് പല പല പ്രയോജനങ്ങളാണ് ഐസ് ക്യൂബ് കൊണ്ട് നമ്മൾക്കുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾക്കറിയാവോ എന്ന് അറിയത്തില്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോജനം കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഐസ് ട്രേയിൽ വെള്ളം വെച്ച് ഐസ് ക്യൂബാക്കി ഇങ്ങനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ, വേദന, അതുപോലെ പല അസ്വസ്ഥതകളുള്ള സമയത്ത്, അതുപോലെ മനസ്സിന് അസ്വസ്ഥതയുള്ള സമയത്ത്, തലവേദന അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ള സമയത്ത് നമ്മൾക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്നും ട്രേയിലുള്ള ഐസ് ക്യൂബ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മളുടെ കയ്യിൽ 2 ഐസ് ക്യൂബ് വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടുകയും നിവർത്തുകയും ചെയ്യും. ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ ശരീരത്തിന് നല്ല ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. തീർച്ചയാണ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഒന്നുമില്ല, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐസ് ക്യൂബ് എടുത്ത് 2 കൈയിലും വെച്ച് ചുരുട്ടുകയും നിവർത്തുകയും ഒരു 10 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ശരീരത്തിന് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനും നല്ല സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ശരിക്കും നമ്മളിതിങ്ങനെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഇതുപോലെ കയ്യിൽ വെച്ച് കഴിയുമ്പോൾ കൈയുടെ നന്നായിട്ട് ആ തണുത്തൊന്നും മരയ്ക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ ശരീരം മൊത്തം ആ ഒരു മരവിപ്പ് ചെല്ലുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് ചെല്ലുന്നത് കൊണ്ടായിരിക്കാം നമ്മൾക്ക് ഒരു ശരീരത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കണ്ടോ, ഇതുപോലെ 2 ക്യൂബ് എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടുകയും നിവർത്തുകയും ചെയ്താൽ മാത്രം മതി. ഒരു 10 പ്രാവശ്യം അങ്ങനെ നമുക്ക് നിഷ്പ്രയാസം ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമ്മൾക്ക് ശരീരത്തിന് അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ്, അതുപോലെ തലവേദന അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ് നമ്മളുടെ ശരീരത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരുന്നത്. ഐസ് ക്യൂബ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. നമുക്ക് ചിലവില്ലാത്ത 10 പൈസയും ചിലവില്ലാത്ത ഒരു കാര്യമാണിത്. പരീക്ഷിച്ച് നോക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ചിലവുമില്ലാത്തൊരു കാര്യം. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആ ബെനഫിറ്റ് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുമായി പങ്കുവച്ചതാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, പരീക്ഷിച്ച് നോക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. ഇതുപോലെ ഐസ് ട്രേ എടുക്കുക, സിമ്പിളായിട്ടുള്ള കാര്യം. നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കാനും എളുപ്പം, അതുപോലെ തന്നെ നമ്മൾക്കിതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാനും എളുപ്പമാണ്. അപ്പം അത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കി തരിക. കണ്ടോ, ഐസ് ക്യൂബ് കൊണ്ട് ഇത്രയും നമ്മൾക്ക് വളരെ പ്രയോജനമുണ്ട്. ഐസ് ക്യൂബ് കൊണ്ട് നമ്മളല്ലാതെ കണ്ട് മീൻ ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കാൻ നേരത്ത് നമ്മളതിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കും. അതുപോലെ സോഡ, അതുപോലെ ലിക്കറൊക്കെ കുടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല ഉപയോഗങ്ങളുമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വലിയൊരു ഉപയോഗം നമ്മൾ ദോശമാവൊക്കെ അരയ്ക്കുമ്പോൾ, പച്ചരി അരയ്ക്കും, ദോശമാവിന് വേണ്ടി അരയ്ക്കുമ്പോൾ അതിലൊരു ഐസ് ക്യൂബ് അല്ലെങ്കിൽ 1-2 ഐസ് ക്യൂബ് ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ ചൂടാവത്തില്ല, അപ്പം നന്നായിട്ട് പൊന്തി വരും. അപ്പം അതിൽ നിന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപയോഗമല്ലേ ഇത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു